ഹായ് എല്ലാവർക്കും വിയറ്റ്നാമിലെ ഒരു അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നമ്മുടെ കാറ്റ്ബ ഐലൻഡിലെ ഹോട്ടലിലാണ്. ഇന്ന് നമ്മളെ കാറ്റ്ബ ഐലൻഡും ഹാലോങ് ബേ ഫുള്ളും ഒരു ബോട്ട് ട്രിപ്പിൽ കാണാനാണ് പോയത്. ആ ബോട്ട് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്മുടെ ഇന്നത്തെ ബോട്ട് ട്രിപ്പിൽ ബോട്ടിലോട്ട് പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. ഈ ബസ്സിൽ കയറി നമ്മൾ ബോട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം ബസ്സിൽ കയറാം. നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി ഈ ബസ്സിൽ കയറിയാണ് നമ്മൾ നമ്മുടെ ബോട്ട് ട്രിപ്പിന് വേണ്ടിയുള്ള ബോട്ടിലോട്ട് പോകുന്നത്. നമ്മളിപ്പം ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ടൂർ ഗൈഡ് അങ്ങോട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കുറേ ടെർമിനലും വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് ടിക്കറ്റുകളൊക്കെ തയ്യാറാണ്. നമ്മുടെ ഓരോരുത്തരുടെ ടിക്കറ്റ് ഇത് സ്കാൻ ചെയ്ത് അതിനകത്ത് കയറാൻ പറ്റും. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇന്നത്തെ ഒരു QR കോഡും ടിക്കറ്റ്സ് ടു വിസിറ്റ് കാറ്റ്ബ ആർക്കിപ്പലാഗോ ഫോർ അഡൾട്ട്സ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ബോട്ടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മൾ ഇതിങ്ങനെ ഒരു ഹാർബർ പോലെയാണ്. അപ്പോൾ ആൾക്കാർക്ക് ബോട്ടിലൊക്കെ വന്ന് കയറുമ്പോഴത്തേക്കും ഇവിടെ വെൽക്കം ടു കാറ്റ്ബ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ട്. ഇപ്പോൾ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റ്ബ പനോരമ 16 എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര്. ഇതിനകത്ത് താഴെ തന്നെ കുറേ ടേബിളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞെന്ന് ആദ്യം താഴത്തെ നില നിന്നിട്ട് പിന്നെ മോളിൽ പോകാനൊക്കെയാണ്. നമ്മളിതാ നമ്മുടെ ബോട്ടിലോട്ട് കയറാനാണ്. നമ്മളിതാ അകത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മളെല്ലാവരും ഇതാ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. എല്ലാവരും മുകളിലോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡ് ഫ്ലോർ ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. ഇവിടെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. കസേരകൾ അങ്ങനെ പലതും ഇട്ടിട്ടുണ്ട്. നമ്മളിതാ ഇപ്പോൾ മലകളുടെ ഇടയിൽ കൂടെ മലകൾ ഐലൻഡുകളുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇതാണ് നമ്മൾ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത് നമ്മൾ പോകുന്നത്. ഇത് ഓരോന്നും ഐലൻഡുകളും ഇങ്ങനെ വലിയ മലകൾ പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകളും ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന വീടുകളൊക്കെയാണെന്ന് തോന്നുന്നത്. ഇപ്പം നമ്മളെ ബോട്ടിലാണ്. നമ്മൾ ബോട്ടിംഗ് ട്രിപ്പിലുള്ള അടുത്ത ലൊക്കേഷനിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കുറേ ഐലൻഡ്സ് ഇങ്ങനെ മൗണ്ടൻസ് പോലെ ഇങ്ങനെ പാറക്കല്ലൊക്കെ വെച്ചിട്ടുള്ള ഐലൻഡ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുൾ സീ ആണ്. കുറേ ബോട്ടൊക്കെ ദൂരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ബോട്ടിൻ്റെ കാഴ്ചകൾ. അകത്തിങ്ങനെ കുറേ ഡ്രിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കിടക്കാനുള്ള സ്ഥലവും പിന്നെ കുറേ പേരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാല് അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫിഷർമാൻമാർ ഇങ്ങനെ ചിപ്പികളെ ബാസ്ക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ അകത്ത് ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി തെർമോകോൾ പോലെ കെട്ടി വയ്ക്കുന്ന ഇതാണ്. ഇത് 5-6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ചിപ്പി വളർന്ന് അതിനെ എടുത്ത് ഇങ്ങനെ അവർ വിൽക്കും. അതിനാണ് ഇങ്ങനെ ഈ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതെല്ലാം അതാണ്. ഇത് ഈ ക്ലാംസിൻ്റെ ബാസ്ക്കറ്റിന് ഇങ്ങനെ ക്ലീൻ ചെയ്യണം അടുത്ത സെറ്റ് ഇടാൻ വേണ്ടി. നമ്മളിപ്പം കയാക്കിങ്ങിന് പോകാൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഫോണൊക്കെ കവറിനകത്തൊക്കെ എടുത്തിടണം, നനയാന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി അടുത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് നോക്കാം. വ്ളോഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഫോട്ടോയും ക്ലിപ്പൊക്കെ ഇട്ടുതരാം. Hi! About 85 to the 90 centimeters, everyone. This is also the biggest monkey on the Kappa Island. The Kappa Langer. Alright, let's get a picture, everyone. The baby one just run. നമ്മളിപ്പോൾ കയാക്കിങ് കഴിഞ്ഞ് വീണ്ടും കയാക്കിന് വേണ്ടി വേറെ ഉടുപ്പൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം വീണ്ടും ഡ്രസ്സ് മാറി ചേഞ്ച് ചെയ്ത് ഇപ്പം
മുഖമൊക്കെ കഴുകിയിട്ട് നിൽക്കുകയാണ്. അപ്പം കയാക്കിങ്ങിന് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 1-2 ഫോട്ടോസും ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് തരാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ നിന്ന് തന്നെ ലഞ്ചുണ്ട്. ലഞ്ച് കഴിക്കാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ അടുത്ത് ഏതോ ഒരു ഐലൻഡിൽ സ്വിമ്മിങ്ങിനാണ് പോകുന്നത്. അപ്പം ഇപ്പം കഴിച്ചത് നമ്മളിങ്ങനെ വിയറ്റ്നാമീസ് ഫുഡ്, കുറേ സീ ഫുഡൊക്കെ ആയിരുന്നു. അത് പിന്നെ ഇവിടുത്തെ ചോറ് വേറൊരു ടൈപ്പാണ്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഉപ്പ് കുറവാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഉപ്പ് തന്നാൽ ആ ഉപ്പൊക്കെ ഇട്ടാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ പിന്നെ സ്വിമ്മിങ്ങിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് താഴെ ചാടിയിട്ട് ഇങ്ങനെ നീന്തി അപ്പുറത്തൊരു ഓപ്പോസിറ്റ് സൈഡിൽ ആ പാറയുടെ സമീപത്തായിട്ട് ബീച്ച് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടം വരെ നീന്തിപ്പോയി. വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ചെറുതായിട്ട് നീന്താൻ അറിയാമെന്നുള്ളവർക്ക് ഇങ്ങനെ വലിയ ഓളമൊന്നുമില്ല, നീന്തി പോകാം. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പേര് ഇതാ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആ വളയമൊക്കെ പിടിച്ച് പതുക്കെ കാലിട്ടടിച്ച് നീന്തി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷനുകളും ഒക്കെ ഉണ്ട്. എന്നിട്ട് ദാണ്ട അപ്പുറത്ത് ആ ബീച്ച് പോലെയുള്ള സ്ഥലത്ത് എത്തിയിട്ട് അവിടം വരെ പതുക്കെ നീന്തിയെത്താം. നമ്മളിപ്പം നമ്മുടെ ബോട്ടിംഗ് ട്രിപ്പിൽ നിന്ന് അവിടെ നിന്ന് ഈ ഒരു ഫിഷ് റിസർച്ച് സെൻറ്റർ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ബോക്സായിട്ട് നെറ്റുകളിൽ ഇങ്ങനെ മീനുകളെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പം മീനിനെ കുളിപ്പിക്കാൻ വേണ്ടി മീനിനെ പിടിച്ചു വേറെ വെള്ളത്തിലോട്ടിട്ടു. ഇത് ഫ്രഷ് വാട്ടർ എന്നാണ് പറഞ്ഞത്, മറ്റേ സോൾട്ട് വാട്ടറാണ്. അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ വലയിലൊക്കെ പിടിച്ചാണ് ഇവർ മാറ്റിയത്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ആ മീനുകളെ കാണാൻ പറ്റും. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മീനെന്നാണ് പറഞ്ഞത്. ഇത് സാധാരണ ഇവർ കയ്യിൽ ഈ ചൂണ്ടയുടെ കയറിട്ട് ഇങ്ങനെയാണ് ഫിഷ് ചെയ്യുന്നത്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കൈ മുറിയും. അതുകൊണ്ട് അവർ കയർ മാക്സിമം വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ടയേർഡാകുമ്പോൾ വലിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ആ മീനിൻ്റെ ഇതാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പം വേറെ കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഭയങ്കര വലുതായിട്ടുള്ള ഭയങ്കര വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. ഇത് നല്ല വലിപ്പമുള്ളൊരു മീനാണ്. പിന്നെ ഈ കുറേ മീനിൻ്റെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ ഇങ്ങനെ ടാർപ്പാളിൻ പോലെ വിരിച്ചിരിക്കണ ഈ 3 മീനും ഇങ്ങനെ റെഡി ഫോർ ബർത്താണ്, അതായത് മുട്ടയിടാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. അതേപോലെ പല മീനുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് പോകുകയാണ്. കുറേ മീനുകൾ നമ്മളിവിടെ കണ്ട്. ഇവിടെ കണ്ട പല ടൈപ്പ് മീനുകളുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് പോകുകയാണ്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നെറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റണമെന്നാണ്. പിന്നെ ഈ മണ്ടയിൽ നെറ്റ് വിരിച്ചിരിക്കണ ചില മീനൊക്കെ വെളിയിൽ ചാടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഈ നെറ്റൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലോട്ടിംഗ് ഡിവൈസ് മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് തിരിച്ചു ബോട്ടിൽ കയറുകയാണ്.